നമസ്കാരം, ഞാൻ ഡേയ്സൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വന്നു, പണം പോയി എന്നൊക്കെ. ഇങ്ങനെ പറയുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ആദ്യം ഉറപ്പാക്കേണ്ടത് ഇതാണ്: നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്തിരുന്നത് ശരിക്കും മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ആയിരുന്നോ, അതോ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് നിങ്ങൾ കൊണ്ടുപോയി പണം ഇട്ടത് ഏതെങ്കിലും ഇൻഷുറൻസ് പ്ലാനിൽ ആയിരുന്നോ? SIP ആണ് എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ എല്ലാ മാസവും പണം അടച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഇൻഷുറൻസിന്റെ പ്രീമിയം ആയിരുന്നോ? ഉറപ്പാക്കണം ഈ കാര്യം. മ്യൂച്വൽ ഫണ്ടിൽ നഷ്ടസാധ്യത ഇല്ല എന്നൊന്നും ആരും പറയുന്നില്ല. കാരണം മ്യൂച്വൽ ഫണ്ടിൽ എന്തുണ്ട്? റിസ്ക് ഉണ്ട്. എന്ത് റിസ്ക്? മാർക്കറ്റ് റിസ്ക്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ പണം ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ശതമാനം റിട്ടേൺ കിട്ടും എന്ന് ആരും ഗ്യാരണ്ടി ചെയ്യുന്നുമില്ല. ഇനി മ്യൂച്വൽ ഫണ്ടിൽ പണം നിക്ഷേപിച്ചിട്ട് നഷ്ടം വന്നു എന്ന് പറയുന്ന ആൾക്കാരോട്, നഷ്ടം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളിപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നോക്കുവാണെങ്കിൽ ചിലപ്പം റെഡ് കളർ ആയിരിക്കും, ലോസ് ആയിരിക്കും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് മ്യൂച്വൽ ഫണ്ടിൽ പണം നിക്ഷേപിച്ചു, പിൻവലിച്ചപ്പോൾ നിക്ഷേപിച്ച അത്രയും പോലും കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരോടാണ്. നിങ്ങൾ ഇനി പറയുന്ന 3 തരം ആൾക്കാരിൽ ഒരു വിഭാഗമാകാനാണ് സാധ്യത. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്പർ 1 ഇതാണ്: പെർഫോമൻസ് ചേസേഴ്സ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിൽ ഒരു വിഭാഗം ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് അഡ്വൈസ് ഒന്നും എടുക്കാതെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൊക്കെ കയറി ഏതെങ്കിലും തോന്നിയ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും ഈ ഒരു കാറ്റഗറിയിൽ വരിക. ഇവരെപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് അത്ര പോരാ, ഈ ഫണ്ടിൽ അല്ലായിരുന്നു ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതിനെക്കാട്ടിലും മികച്ച ഒരുപാട് ഫണ്ടുകൾ ഇപ്പം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവരിങ്ങനെ ചിന്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ കാറ്റഗറിയിൽപ്പെട്ട ഒരുത്തൻ, അദ്ദേഹം എന്ത് ചെയ്തു? ഒരു 10 ലക്ഷം രൂപ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ടിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി, ഈ ലാർജ് ക്യാപ്പ് പോരാ, ഇതിനേക്കാൾ നല്ല ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ വേറെ ഉണ്ട്. പുള്ളി എന്ത് ചെയ്തു? പിൻവലിച്ചു, വേറെ ഒരു ലാർജ് ക്യാപ്പിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി, ലാർജ് ക്യാപ്പ് അത്ര പോരല്ലോ, ലാർജ് ക്യാപ്പിനെക്കാട്ടിലും പെർഫോം ചെയ്യുന്നുണ്ടല്ലോ ഫ്ലെക്സി ക്യാപ്പ്, അവിടെ ഇടായിരുന്നു. പുള്ളി എന്ത് ചെയ്തു? ഇത് പിൻവലിച്ചു, ഒരു ഫ്ലെക്സി ക്യാപ്പിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അവിടെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് തോന്നി, ഫ്ലെക്സി ക്യാപ്പിനേക്കാൾ ഇപ്പം പെർഫോമൻസ് ഏതിനാണ്? മിഡ് ക്യാപ്പ് ഫണ്ടുകൾക്കാണ്. ഉടനെ പുള്ളി എന്ത് ചെയ്തു? ഇത് പിൻവലിച്ചൊരു മിഡ് ക്യാപ്പ് ഫണ്ടിൽ കൊണ്ടുപോയിട്ടു. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഇത്തരക്കാർ. അവസാനം ഇട്ട 10 ലക്ഷം കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. കാരണം ഇദ്ദേഹത്തിൻ്റെ ഓരോ പിൻവലിക്കലും മിക്കവാറും എന്തിലായിരിക്കും? നഷ്ടം ബുക്ക് ചെയ്തുകൊണ്ടായിരിക്കും. 10 ലക്ഷം 9 ആയി, 8 ആയി, 7 ആയി, 6 ആയി, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഇവർ കുറ്റം പറയും, മ്യൂച്വൽ ഫണ്ടൊക്കെ എന്താണ്, വെറും തട്ടിപ്പാണ്, ഇതിലൊന്നും കൊണ്ടുപോയി പണം ഇടരുത്, വല്ല ബാങ്കിലും കൊണ്ടിട്ടാൽ മുതലെങ്കിലും സേഫ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത്തരം സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റണം. ഇത്തരം സ്വഭാവം നിങ്ങൾ കൊണ്ടുവന്ന് ഒന്ന് സ്വന്തം ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മ്യൂച്വൽ ഫണ്ടുകളിൽ ടോപ്പ് പെർഫോമർ എന്നൊരു സംഗതി സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ശരിക്കും ഒരു ഉത്തരവില്ല. എല്ലാ ഫണ്ടിനും നല്ല കാലവും ഉണ്ട്, മോശം കാലവും ഉണ്ട്. 2024 നല്ല കാലമായിരുന്ന ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾക്ക് ചിലപ്പോൾ 2025 എന്തായിരിക്കും? മോശം കാലമായിരിക്കും. എന്ന് വെച്ചാൽ ആ ഫണ്ട് മോശമാണോ? ഒരിക്കലും അല്ല. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതാണ്: നമ്മുടെ ഗോൾസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ടൈം ഹൊറിസോൺ പരിഗണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി നമുക്കിണങ്ങിയ ഫണ്ടിൽ അല്ലെങ്കിൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കുക. ലോങ് ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പീരിയോഡിക്കലി, വർഷത്തിൽ ഒരിക്കൽ, അത് മാർക്കറ്റിൻ്റെ കണ്ടീഷനൊക്കെ അനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുക. റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഫണ്ട് മാറ്റുക എന്നുള്ളതല്ല, മറിച്ച് ഫണ്ടിൻ്റെ പെർഫോമൻസ് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം, അവരുടെ പേരാണ് ഏർലി റെഡീമേഴ്സ്. നേരത്തെ തന്നെ പിൻവലിക്കുന്ന ആൾക്കാർ. ചില ആൾക്കാർ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു വ്യക്തി, അദ്ദേഹം 10,000 രൂപ മന്ത്ലി SIP ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. റിട്ടയർമെന്റ് എന്ന ഗോള് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. ഒരു 2 വർഷം കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോഴത്തേനും പുള്ളിക്കൊരു കാറ് വാങ്ങാനുള്ള ആഗ്രഹം വന്നു. കാറ് വാങ്ങാൻ വേണ്ടി പണം വേണം അല്ലേ? പുള്ളി കണ്ണു വെച്ചത് എവിടെയാ? ഈ ഇൻവെസ്റ്റ്മെൻറ്റേല.
2 വർഷമായപ്പോഴത്തേനും പുള്ളി ഇതങ്ങോട്ട് പിൻവലിച്ചു. എന്നിട്ട് പുള്ളി പറയും ഇട്ട പൈസ പോലും കിട്ടിയില്ല. ഏർലി റെഡീമറാണ്. ഇത്തരം ആൾക്കാർ ഒരുപാടുണ്ട്. കാരണം നമ്മുടെ ഒരു ഗോൾ കൃത്യമായിട്ട് മുന്നിൽ കണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചത്. പക്ഷെ ഗോളിലേക്കൊന്നും എത്തിയില്ല. അതിനു മുമ്പ് ചെറിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചെറിയ ആവശ്യങ്ങൾ വന്നപ്പോഴത്തേനും എന്താണ്, അതങ്ങോട്ട് പിൻവലിച്ചു. എന്നിട്ട് ഇവരും പറയും എന്താണ്, മ്യൂച്വൽ ഫണ്ട് നഷ്ടക്കേസാണ്. ഇനി മൂന്നാമത്തെ വിഭാഗം അവരാണ് പാനിക് സെല്ലേഴ്സ്. പാനിക്കായിട്ട് മ്യൂച്വൽ ഫണ്ട് പിൻവലിക്കുന്ന ആൾക്കാർ. ഇത് 2 തരം ആൾക്കാരുണ്ട് കേട്ടോ. ചില ആൾക്കാരൊക്കെ മാർക്കറ്റിൽ വലിയ ക്രാഷ് വരുമ്പോഴാണ് പാനിക്കാകുന്നത്. ഇപ്പോൾ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്, മാർക്കറ്റിൽ വലിയ ക്രാഷ് വരും. അപ്പോഴത്തേനും പാനിക്കായിട്ട് എന്താണ്, ഇവർ കൈവശമുള്ള യൂണിറ്റുകൾ വിൽക്കും. ഇനി വേറൊരു വിഭാഗമുണ്ട് കേട്ടോ. അവരിങ്ങനെയാണ്, ഒരു SIP ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യും. എന്നിട്ട് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഇവർ പറയാൻ തുടങ്ങും, ലാഭമൊന്നും കാണുന്നില്ല, നഷ്ടമാണ്, അല്ലെങ്കിൽ ലാഭം കുറച്ചേ ഉള്ളൂ, ഇത് ശരിയാകുകയില്ല, ബാങ്കിൽ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പം ഇതിനേക്കാട്ടിലും ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പാനിക്കായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, പിൻവലിക്കും. ഇവർ നേരത്തെ അറിഞ്ഞതാണ് എന്ത്, മ്യൂച്വൽ ഫണ്ട് ലോങ് ടൈമിലേക്കുള്ള സംഗതിയാണ്, ഷോർട്ട് ടൈമിലേക്ക് ആവശ്യമുള്ള പണം നിക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഇടമല്ല, ലോങ് ടൈമിൽ നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ ഇവരെന്നാലും അങ്ങോട്ട് മറന്നു പോവുകയാണ്. ഇതിനും അപ്പുറത്തേക്ക് മ്യൂച്വൽ ഫണ്ടിൽ പണം ഇട്ട് നഷ്ടം വന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും ചില പ്രത്യേക സെക്ടറൽ ഫണ്ടുകളിൽ അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ടുകളിൽ ഒക്കെ ഇട്ട് നഷ്ടം വന്നവരായിരിക്കും. ഏതായാലും ഞാൻ ഈ പറഞ്ഞ കേസുകളൊന്നും ബാധകമല്ലാത്ത ആരെങ്കിലും എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ പണമിട്ട് നഷ്ടം വന്നു എന്ന് പറയാൻ പറ്റുന്നവരുണ്ട് എങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. അയക്കുമ്പോൾ ഫണ്ടിൻ്റെ പേരും അതുപോലെ തന്നെ എത്ര കാലം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ നഷ്ടം വന്നത് എന്ന കാര്യമൊക്കെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മറ്റ് അഭിപ്രായങ്ങൾ കൂടി തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.